വിട്ടുവീഴ്ചക്കില്ല എന്നായിരുന്നു മോൻ ജോസഫ് തൊട്ട് മുമ്പ് അല്പസം മുമ്പ് നമ്മുടെ വിപിൻ സി വിജയനോട് പറഞ്ഞത്. ചീഫ് വിപ്പ് സ്ഥാനം വേണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയതായും മോൻസ് പറഞ്ഞിട്ട് നാക്കുവാലോട്ട് ഇട്ടതേ ഉള്ളൂ. അതെ, ആ പ്രതികരണം കേൾക്കാം. 2 മന്ത്രിസ്ഥാനം പാർട്ടിക്ക് അർഹതപ്പെട്ടതാണ് എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ ചർച്ചയിൽ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ നേതൃത്വം കൊടുത്ത UDF ഗവൺമെൻറ്റിൽ 2 മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പ് 3 സ്ഥാനങ്ങളുണ്ടാകും. 9 MLA-മാരാണ് പാർട്ടിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് 2 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പും കഴിഞ്ഞ ഗവൺമെൻറ്റിൽ കേരള കോൺഗ്രസിനുണ്ടായിരുന്നപ്പം ചീഫ് വിപ്പ് കോൺഗ്രസോ മറ്റു കക്ഷികളോ എടുക്കട്ടെ, പക്ഷേ കേരള കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനം എന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഒരു മന്ത്രിസ്ഥാനം, അതിൽ പ്രധാന വകുപ്പ്, ഒപ്പം തന്നെ ചീഫ് വിപ്പായിട്ടോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ, ഇങ്ങനെ ഒരു ഫോർമുലയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ളൊരു സാധ്യത ഇനി നിൽക്കുന്നുണ്ടോ? ഇല്ല, അത് ഞങ്ങൾക്ക് അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനോട് പാർട്ടി യോജിക്കുന്നില്ല. ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും പരിഹരിക്കാം എന്ന ആത്മവിശ്വാസത്തിലും ഉത്തമ വിശ്വാസത്തിലുമാണ് പാർട്ടി നേതൃത്വം. ഇന്നത്തെ ചർച്ചയിൽ അന്തിമമായ തീരുമാനങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. കോൺഗ്രസുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയായ ശേഷം പാർട്ടിയുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം പാർട്ടി ചെയർമാൻ PJ ജോസഫ് സാർ നിർവഹിക്കും. വിപിൻ സി വിജയൻ ചെയ്യുന്നു. വിപിൻ ഇല്ല, അങ്ങനെ 2 മന്ത്രിസ്ഥാനം ഇല്ല എന്നാ പറയുന്നേ അല്ലേ? അപ്പൊ എന്താകും പ്രതികരണം? അത് പൊട്ടിത്തെറിയിലോട്ട് പോവോ? അതെ, ഇല്ല, UDF പ്രധാനമായിട്ടും ഇന്നത്തെ ചർച്ചയിൽ ഒരു തീരുമാനമാകും എന്നുള്ളത് തന്നെ ആ ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. അത് അവർക്ക് അനുകൂലമാകുമെന്ന്. അതായത് കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം എന്നുള്ളതിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ളത്, ആ നിലപാട് കൃത്യമായി തന്നെ മോൻ ജോസഫ് പറഞ്ഞു വയ്ക്കുകയാണ്. കാരണം 9 സീറ്റുകളുമായിട്ട് വിജയിക്കാവുന്നതായിരുന്നു. ഇപ്രാവശ്യം 7 സീറ്റുകളിൽ വിജയിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ തൃക്കരിപ്പൂരും വെച്ചുമാറാനും അവർ കൂട്ടുനിന്നു. ഏറ്റുമാനൂരാകട്ടെ ഇടുക്കിയാകട്ടെ ഇതൊക്കെ തന്നെ കോൺഗ്രസിനെ വിട്ടുകൊടുത്തു. അപ്പോൾ വിട്ടുകൊടുക്കേണ്ട എല്ലാ സ്ഥലത്തും കേരള കോൺഗ്രസ് അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പാർട്ടി സംവിധാനത്തിൽ ഒരു മുന്നണിയായി മുന്നോട്ട് പോകുമ്പോൾ ചെയ്യേണ്ട എല്ലാ വിട്ടുവീഴ്ച ചെയ്തിട്ടും ഈ ഒരു മന്ത്രിസ്ഥാനത്തിന്റെ കാര്യം വരുമ്പോൾ അത് കേരള കോൺഗ്രസിന് മാത്രം 1 എന്നുള്ളതിൽ അത് നടക്കില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പക്ഷമുള്ളത്. ഇന്ന് 2 മന്ത്രിസ്ഥാനം എന്നുള്ള ക്ലെയിം തന്നെയായിരിക്കും പ്രധാനമായും അവർ ഉന്നയിക്കുകയും ചെയ്യുക. പക്ഷേ അതിലേക്ക് എത്രത്തോളം എത്തും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഷഫീദ് പറഞ്ഞ പോലെ തന്നെ ഒരൊറ്റ സീറ്റും ഒപ്പം ഒരു മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പും എന്ന് പറയുകയാണെങ്കിൽ തോമസ് ഉണ്ണിയാടൻ സ്വാഭാവികമായിട്ടും ചീഫ് വിപ്പ് ആകുന്നു. ഒപ്പം തന്നെ മന്ത്രിസ്ഥാനം മോൻ ജോസഫിനെ എന്നുള്ളതായിരിക്കും. അപ്പു ജോസഫ് ആദ്യമായിട്ടാണ് MLA ആകുന്നത്. അതുകൊണ്ട് ഇനിയും അവസരമുണ്ട് എന്നുള്ളതിൽ പറഞ്ഞു നിൽക്കുകയും ചെയ്യാം. പക്ഷേ അങ്ങനത്തെ ഒരു സാമുദായിക സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കും. കാരണം മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനങ്ങൾ കൊടുക്കുന്നു. പക്ഷേ അത് കേരള കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അത് ഒരു മന്ത്രിസ്ഥാനം മാത്രമാകുന്നു. ഒപ്പം തന്നെ അനൂപ് ജേക്കബിലേക്ക് വരുമ്പോൾ അത് ടേം വ്യവസ്ഥയിലേക്ക് പോകുന്നു. അത് സ്വാഭാവികമായിട്ടും വലിയ ഒരു എതിർപ്പിലേക്ക് പോകും എന്നുള്ള ഒരു പൊതുവികാരമുണ്ട്. ഇതായിരിക്കും ഇന്നത്തെ UDF യോഗത്തിൽ പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ചില സഭാ ആസ്ഥാനങ്ങളുമായിട്ടൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. UDF നേതൃത്വവുമായി ഒരു ചർച്ച, കോൺഗ്രസ് നേതൃത്വവുമായി ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതിൽ 2 മന്ത്രിസ്ഥാനം, ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഒരു സ്ഥാനം നൽകിയാൽ പോലും ആ ഒരു രീതിക്കുള്ള ഒരു ഫോർമുല പറ്റുമോ എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ നോക്കുന്നതും അല്ലെങ്കിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് കേരള കോൺഗ്രസ്. ഓക്കെ, വിപിൻ സി വിജയനാണ്. അപ്പോൾ എന്തായാലും കേരള കോൺഗ്രസ് ജോസഫിൽ പൊട്ടിത്തെറിക്കൊന്നും നിൽക്കില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.